നമസ്കാരം. കുർസി ബച്ചാവോ ബഡ്ജറ്റ്. നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച സമയത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശനമാണ് കസേര ബഡ്ജറ്റ്. അതായത് കസേര നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ്. എല്ലാ ബഡ്ജറ്റുകളിലും അക്ഷരാർത്ഥത്തിൽ കസേര നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കുകളാണ് സാധാരണ കാണിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ ഇത്തവണത്തെ കസേര ബഡ്ജറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബീഹാർ, ആന്ധ്രാപ്രദേശ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ബഡ്ജറ്റ് ആണത്. ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ അവരുടെ പ്രാദേശിക ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ ബീഹാറിൻ്റെ ബഡ്ജറ്റ് ആന്ധ്രയുടെ ബഡ്ജറ്റ് എന്ന് വിളിച്ചാൽ പോരെ, ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്ന് പറയണോ എന്ന് ജോൺ ബ്രിട്ടാസ് ആരോപിച്ചതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് BJPൻ്റെ സർക്കാർ ഒന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അതായത് BJPയുടെ കേവല ഭൂരിപക്ഷത്തോടെ നിലനിൽക്കുന്ന സർക്കാരല്ലല്ലോ, ഇത് NDA സർക്കാരാണ്. NDA സർക്കാർ എന്ന് പറയുമ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. ആ NDAയിലെ ഘടകകക്ഷികളുടെ പിന്തുണയിൽ നിൽക്കുന്ന സർക്കാരാണ്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു പ്രത്യേകം പറഞ്ഞിട്ട് കിട്ടേണ്ടത് തന്നില്ലെങ്കിൽ സംഗതി ഞങ്ങൾ വലിക്കും, നിങ്ങളുടെ കസേര താഴെ വീഴും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകമായി നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുർസി ബച്ചാവോ ബഡ്ജറ്റ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ഇടത്ത് നിന്ന് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിവിധ തലത്തിലുള്ള പ്രതികരണങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇങ്ങനെയാണ്. ഈ ബഡ്ജറ്റ് കസേര സംരക്ഷിക്കാനുള്ള ബഡ്ജറ്റാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ട് സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാനുള്ള തീരുമാനങ്ങളാണ് ബഡ്ജറ്റിൽ. മുതലാളിമാരെ സന്തോഷിപ്പിക്കുന്ന ബഡ്ജറ്റിൽ സാധാരണക്കാർക്കായി യാതൊന്നുമില്ല. ബഡ്ജറ്റിലെ ചില ആശയങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്നും മുൻ ബഡ്ജറ്റുകളിൽ നിന്നും കോപ്പിയടിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ നിന്ന് കോപ്പിയടിച്ച കാര്യം പറഞ്ഞുകൊണ്ട് ജയറാം രമേശും P. ചിദംബരവും പ്രത്യേകമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് Xൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 10 വർഷമായി BJP സർക്കാരോ അവരുടെ പ്രകടന പത്രികയോ തൊഴിലിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. തൊഴിലില്ലായ്മ രാജ്യം നേരിടുന്ന വലിയ പ്രശ്നമാണ് എന്ന് കേന്ദ്രം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. P. ചിദംബരവും കേന്ദ്രത്തെ പരിഹസിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ധനമന്ത്രി കോൺഗ്രസ് പ്രകടന പത്രിക വായിച്ചതിൽ സന്തോഷമുണ്ട്. യുവാക്കൾക്ക് ജോലിയും വേതനവും ഉറപ്പാക്കുന്ന പ്രകടന പത്രികയിലെ 30-ാം പേജ് ധനമന്ത്രി അതുപോലെ സ്വീകരിച്ചതിലും വലിയ സന്തോഷമുണ്ട് എന്നാണ് ചിദംബരം Xൽ കുറിച്ചത്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഈ ഭാഗം കോപ്പിയടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ സമഗ്രമായി ഈ ബഡ്ജറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അതുപോലെ തന്നെ കേരളം ഈ ബഡ്ജറ്റിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നത് സംബന്ധിച്ച് തൊട്ട് മുമ്പ് നമ്മൾ ന്യൂസ് അറ്റ് ഹൗസിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം സമഗ്രതയിൽ അത് പരിശോധിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായൊരു പ്രതികരണം ജോൺ ബ്രിട്ടാസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തെ ഈ മട്ടിൽ അവഗണിക്കുന്ന ഒരു സർക്കാർ എന്നുള്ളതിനപ്പുറത്ത് കേരളം ഇത്തവണ ഒരു സീറ്റ് അവർക്ക് നൽകിയിരുന്നു. 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ലോക്സഭയിലേക്ക് ജയിച്ച ഒരാൾ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായി എന്ന് സാമ്പത്തിക ബഡ്ജറ്റ് ഭാഷയിൽ പറയണമെങ്കിൽ ഇത്ര ക്രൂരമായി കേരളത്തോട് പെരുമാറിയത് എന്നുള്ളതാണ് ചോദ്യം. ബീഹാറിൻ്റെയും ആന്ധ്രയുടെയും പിന്നോക്കാവസ്ഥ പരിഗണിച്ച് അവർക്ക് കൂടുതൽ നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ടതുപോലും നൽകാതെ ഉള്ള ഈ സമീപനത്തെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നും അദ്ദേഹം പ്രത്യേകം വിമർശനം ഉന്നയിക്കുന്നു. കേരളവും സ്റ്റാറ്റസ് ഒന്നും ചോദിച്ചില്ല. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട സ്റ്റാറ്റസ് മതി ഞങ്ങൾക്ക്. ഒരു സംസ്ഥാനം നൽകുന്ന വിഹിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും തിരിച്ച് കേരളത്തിന് കിട്ടണം. ഉദാഹരണം പറഞ്ഞാൽ ബീഹാർ സംഭാവന ചെയ്യുന്ന 1 രൂപയാണെങ്കിൽ 6 രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ബീഹാറിലേക്ക് പോകുന്നത്. അവർക്ക് കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റാൻ വേണ്ടി ഉദാരമായ സമീപനം സ്വീകരിക്കണം. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം നൽകാതിരിക്കുക, നിഷേധിക്കുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പദ്ധതികളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ട് കേരളം നൽകിയ 6000 കോടി രൂപ അത് തിരിച്ചറിഞ്ഞൊന്നും പറഞ്ഞില്ല. ആ 6000 കോടി കടമെടുക്കാനെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോറിഡോറിനെ കുറിച്ച് ഈ ബജറ്റ് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ബീഹാറിലെ കോറിഡോറിനെ കുറിച്ചാണ്. കേരളത്തിൻ്റെ, അതായത് കൊച്ചി മുതൽ ബാംഗ്ലൂർ വരെയുള്ള കോറിഡോറിന് വേണ്ടിയിട്ട് 1200 ഏക്കറോളം നമ്മൾ ഭൂമി അക്വയർ ചെയ്ത് കഴിഞ്ഞു. അതേക്കുറിച്ചൊന്നും ഈ ബജറ്റ് പറയുന്നില്ല. ഇതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കിട്ടേണ്ട വിഹിതം അല്ലെങ്കിൽ പരിഗണന ഭാഗികമായിട്ടെങ്കിലും
നൽകണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇതിനൊക്കെ ഉപരി സമഗ്രമായി നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അത് മനോരമ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ്. രാജീവ് നായരുടെ പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി നൽകി നിർമ്മല, കൊതിയോടെ കേരളം, താമര വിരിഞ്ഞിട്ടും തഴഞ്ഞു എന്ന തലക്കെട്ടിലുള്ള കേരളത്തിൻ്റെ ആംഗിളിലുള്ള ഒരു പ്രസക്തമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മനോരമ ന്യൂസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് മനോരമ മറ്റൊരു ആംഗിളിലാണ് ഇത്രയും കാലം സമീപിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്രത്തിൻ്റെ തഴയൽ എന്നുള്ള ആരോപണത്തിനെ അവർ അംഗീകരിച്ചിരുന്നില്ല. കേരളത്തിൻ്റെ പിടിപ്പുകേട് എന്നുള്ള നിലയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കേരളത്തോടുള്ള അവഗണനയുടെ തുടർച്ചയായിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നത് എന്നും കടപരിധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സ്വീകരിച്ച പുതിയ സമീപനം, BJP ഇതര സംസ്ഥാനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പുതിയ സമീപനം അതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതുമാണ് കേരളത്തിൻ്റെ വാദം. ആ വാദത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം ബഡ്ജറ്റിൻ്റെ സാഹചര്യത്തിൽ മനോരമ നൽകിയ ഈ വാർത്ത നമ്മൾ സമീപിക്കാൻ. ആ വാർത്തയുടെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്: ബീഹാറിനും ആന്ധ്രയ്ക്കും നിർമ്മല സീതാരാമൻ വാരിക്കോരി കൊടുക്കുന്നത് കൊതിയോടെ നോക്കി പതിവ് പോലെ നെടുവീർപ്പിട്ടു കേരളം. ലോക്സഭയിൽ ആദ്യമായി താമര വിരിഞ്ഞതിൻ്റെ സന്തോഷം ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും നിരാശയായി ഫലം. സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ 24,000 കോടിയുടെ പാക്കേജ്, സിൽവർ ലൈൻ, ഉയർന്ന GST വിഹിതം, എയിംസ്, റബ്ബറിന് 250 രൂപ താങ്ങുവില തുടങ്ങി സംസ്ഥാനത്തിൻ്റെ ഒട്ടേറെ പ്രതീക്ഷകളാണ് വീണുടഞ്ഞത്. 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റാണ് എന്നും കേരളം ഇന്ത്യയിൽ അല്ല എന്ന മനോഭാവമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്നുമാണ് മന്ത്രി K. രാജകൻ്റെ പ്രതികരണം. യാഥാർത്ഥ്യത്തോട് ഏറെ അടുത്ത് നിൽക്കുന്നതാണ് ഈ പ്രതികരണം. 2 സഹമന്ത്രിമാർ സംസ്ഥാനത്ത് നിന്നുള്ള സാഹചര്യത്തിൽ ടൂറിസം രംഗത്തും റെയിൽവേ രംഗത്തും വലിയ പ്രതീക്ഷകളാണ് കേരളത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. എല്ലാ വർഷവും ചോദിക്കും, ഒന്നും കിട്ടാറില്ല എന്ന പതിവ് ഇക്കുറിയും തെറ്റിച്ചില്ല കേന്ദ്ര സർക്കാർ. കേന്ദ്ര ബജറ്റിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് എന്ത് എന്ന് സംസ്ഥാനത്തെ ഏത് മന്ത്രിയോട് ചോദിച്ചാലും ഉത്തരം ഇത് തന്നെയാണ്. ചോദിച്ചൊടുവിൽ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ മാറിയെങ്കിലും ഇത്തവണ ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയ്ക്കായി മന്ത്രി KN ബാലഗോപാൽ ഡൽഹിക്ക് പോയി കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കത്തായി തന്നെ നിർമ്മല സീതാരാമന് കൈമാറി. ഘടകകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കുന്ന 3ാം മോദി സർക്കാർ സംസ്ഥാനങ്ങളോട് അനുകമ്പയോട് പെരുമാറും എന്നും കേരളം കരുതിയിരുന്നു. അത് ഒപ്പം നിന്ന 2 നേതാക്കളുടെ സംസ്ഥാനങ്ങളോട് മാത്രമായി അനുകമ്പ ചുരുങ്ങി. ഘടകകക്ഷികളുടെ സംസ്ഥാനങ്ങളായ ആന്ധ്രയ്ക്കും ബീഹാറിനും നൽകുന്ന സഹായങ്ങളുടെ കൂട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെയും പരിഗണിക്കും എന്ന് കരുതിയെങ്കിലും അതൊന്നും ഉണ്ടായില്ല. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് കത്തിൽ നിർമ്മല സീതാരാമനോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിരുന്നില്ല. പദ്ധതിയുമായി തൽക്കാലം മുന്നോട്ടില്ല എന്ന് കേരളം, അതായത് കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാതെ, അവരുടെ അനുമതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരളം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ സിൽവർ ലൈൻ പരിഗണിക്കുമെന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നു. കാരണം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സമാന പദ്ധതികൾ വലിയ തോതിൽ നടപ്പാക്കുകയും സ്വീകാര്യത നേടുകയും ചെയ്തതാണ്. എന്നാൽ കേരളത്തോട് മാത്രം ഇങ്ങനെ ഒരു ബദൽ പാത എന്ന സങ്കല്പത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കില്ല. 3ാം മോദി സർക്കാർ വന്നാൽ ഈ കാര്യത്തിൽ മാറ്റമുണ്ടാകും എന്നാണ് കരുതിയിരുന്നത് എന്നുമാണ് സംസ്ഥാനത്തിൻ്റെ ധാരണ. എന്നാൽ അതും പൊളിഞ്ഞു. 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജായിരുന്നു ഈ സാഹചര്യത്തെ നേരിടാനുള്ള കേരളത്തിൻ്റെ ഏക പ്രതീക്ഷ. 2022-23 സാമ്പത്തിക വർഷത്തിൽ കടമെടുപ്പ് പരിധി കാര്യമായി വെട്ടിക്കുറച്ചതാണ് യഥാർത്ഥത്തിൽ കേരളത്തെ ഈ മട്ടിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. അത് മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഇതര സംസ്ഥാനങ്ങൾ കൂടുതലായി അത്തരം പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളമാണെങ്കിൽ ഈ കാര്യത്തിൻ്റെ തുടർച്ചയായി പല ബിസിനസ്സും തകരാറിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ വലിയ തോതിൽ കുഴപ്പത്തിലായി നിൽക്കുകയാണ്. ഇത് അവഗണിക്കപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷതയെ മറികടക്കാനാണ് ഒരു പാക്കേജിൻ്റെ പ്രതീക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചത്. അതും പൊളിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റിലെയും റവന്യൂ കമ്മീഷൻ നികത്തൽ ഗ്രാൻറ്റിലെയും കുറവ് ഇതോടൊപ്പം കേരളം പ്രശ്നത്തിലേക്കാകുന്നതിനുള്ള ഒരു കാരണമായി. കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവ മുൻ വർഷങ്ങളിലെടുത്ത വായ്പയുടെ പേരിൽ ഈ വർഷവും അടുത്ത വർഷവും 5,710 കോടി രൂപ വീതമാണ് കുറവ് വരുന്നത്. ഇതേ സാഹചര്യത്തിൽ ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ചെലവിൻ്റെ 25% 6,000 കോടി സംസ്ഥാനം നൽകേണ്ടി വരുന്നു. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തത്രയും പ്രത്യേകമായ സാഹചര്യമാണ്. ആ ദേശീയപാത വികസനത്തിന് കേരളത്തിന് ഈ മട്ടിലേക്ക് ഉള്ള കേരളത്തിൻ്റെ വിഹിതം നൽകേണ്ട സാഹചര്യം പോലും കേന്ദ്രം സൃഷ്ടിച്ച് കേരളത്തെ കുഴപ്പത്തിലാക്കുകയായിരുന്നു. ഇതും കേരളം പരിഹരിച്ചു. ശേഷമുണ്ടായ പ്രത്യേക പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് 24,000 കോടിയുടെ കാര്യം, ആ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നത്.
ഇനി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് റണ്ണിങ്ങിലേക്ക് കടന്നിരിക്കുന്ന ഘട്ടത്തിൽ തുടർ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ടിരുന്നു. 5000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളത്തിൻ്റെ പട്ടികയിലുണ്ടായിരുന്നു, ആവശ്യത്തിലുണ്ടായിരുന്നു. അതും നടപ്പായില്ല. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ 8867 കോടി രൂപയുടെ പദ്ധതിയിൽ 5595 കോടി രൂപയും സംസ്ഥാനമാണ് വഹിക്കുന്നത്. ഇതിൽ 818 കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതമായിട്ട് ഉള്ളത്. അവിടെ ഒരു പ്രതിസന്ധി പരിഹാരത്തിനുള്ള പ്രതീക്ഷ വെച്ചതുപോലും ചിറകരിഞ്ഞു കളഞ്ഞ സാഹചര്യമാണ് കേന്ദ്രത്തിൻ്റെ ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ തുരങ്കപാത, വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത, റെയിൽവേ സംവിധാനങ്ങളുടെ നവീകരണം, എയിംസ്, റബ്ബറിൻ്റെ താങ്ങുവില തുടങ്ങി തുടക്കത്തിൽ പറഞ്ഞ, നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനം ചെലവഴിച്ച കേന്ദ്രവിഹിതത്തിൻ്റെ കുടിശ്ശിക 3686 കോടി രൂപ ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. അതുപോലും നൽകാത്ത സാഹചര്യമാണ്. GST വിഹിതം കൂട്ടണം എന്ന കേരളത്തിൻ്റെ ആവശ്യവും അംഗീകരിച്ചില്ല. സർക്കാർ പിരിക്കുന്ന GSTയുടെ പകുതി കേന്ദ്രത്തിനും ബാക്കി പകുതി കേരളത്തിനുമാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലും കേരളത്തിൻ്റെ ആവശ്യത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. ഇത്ര ക്രൂരമായി എന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സാമ്പത്തിക ഭാഷയിലേക്ക് മാറ്റി ക്രൂരത എന്ന പ്രയോഗം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ പോലും കേരളത്തിനോട് ഇങ്ങനെയൊരു സമീപനമാണ് ഈ ബഡ്ജറ്റിൽ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സാഹചര്യം രൂപപ്പെടുന്ന അവസ്ഥ നോക്കണം. 2 കേന്ദ്രമന്ത്രിമാർ, ഒരു MP ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും വാരിക്കോരി തരാമെന്ന് പറഞ്ഞ ആളുകളാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് പഴങ്കഥയാകുന്നത്? പണ്ടൊരിക്കൽ BJPയുടെ ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹം ഇപ്പോൾ ഗവർണറാണ്, വാർത്താ സമ്മേളനം വിളിച്ച് പത്തനംതിട്ടയിൽ മറ്റ് ചില കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. പ്രകടന പത്രികയിൽ പറയുന്നതൊക്കെ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കുന്നതല്ലേ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സമാനമാണ്. ആളുകൾ കൊടുക്കുന്ന വാഗ്ദാനം ഇങ്ങനെയൊക്കെയാണ്. കേരളത്തിൽ രാഷ്ട്രീയമായി ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ഞെരുക്കം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അത് വിജയകരമാണ് രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPക്ക് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കൂടിയുള്ള ഈടുവയ്പ്പാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത്. അതിലേക്ക് നയിക്കുന്ന തരത്തിൽ ഇനിയും പ്രവർത്തനം ഊർജിതപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശം എന്നാണ് ഈ ബജറ്റും തെളിവ് മുന്നോട്ട് വയ്ക്കുന്നത്. BJPയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ വർഷം ജൂലൈയിൽ കോഴിക്കോട് സ്ഥാപിച്ച ഒരു പോസ്റ്ററിനെ കുറിച്ച് സമീപ നാളുകളിൽ വീണ്ടും ചർച്ച ഉയർന്നു വന്നിരുന്നു. ആ പോസ്റ്റർ ഇങ്ങനെയായിരുന്നു: എയിംസ് കോഴിക്കോടിന് തന്നെ, കേരളത്തിൻ്റെ ചിരകാല സ്വപ്നമായ എയിംസ് യാഥാർത്ഥ്യമാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു. എന്നാൽ എയിംസ് വന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു. എന്നിട്ടും എയിംസ് വന്നില്ല. കോഴിക്കോട് അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, അതാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന മട്ടിൽ സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, സുരേഷ് ഗോപി MP ആയി, മന്ത്രിയായി, ജോർജ് കുര്യനും ഒപ്പം മന്ത്രിയായി, 2 മന്ത്രിമാരും കൂടി ആയതോടെ ഇത്തവണ എയിംസ് കേരളത്തിൽ ലഭിക്കും. ഇനി കോഴിക്കോട് അല്ലെങ്കിൽ കിനാലൂർ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ലഭിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വടക്കേ അറ്റത്തെ ജില്ലയ്ക്കെങ്കിലും ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ബഡ്ജറ്റും വന്നു, 1ാമത്തെ ബഡ്ജറ്റും വന്നു. അപ്പോൾ നയം വ്യക്തമാക്കി കഴിഞ്ഞു. കോഴിക്കോട് എന്നല്ല, കേരളത്തിനെ എയിംസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ, കേരളത്തിൽ സ്ത്രീകളില്ലേ, നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ. എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ? കോഴിക്കോട് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞ? വരും, വന്നിരിക്കും. പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരും. പേര് പറയുന്നതാണോ പ്രധാനം? ഞാൻ അതാ ചോദിച്ചത്. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത്? എത്ര എടുത്തിട്ടുണ്ട്? ആണോ? അത്രയാണോ വേണ്ടത്? താങ്ക് യു. ഇപ്പോൾ കോഴിക്കോട്ടെ പഴയ പോസ്റ്ററിൻ്റെ ഓർമ്മയും സുരേഷ് ഗോപിയുടെ എയിംസ് ഡയലോഗും അതിന്മേൽ നിർമ്മല സീതാരാമൻ്റെ ബജറ്റും നമ്മളെ നോക്കി പല്ലിളിക്കുന്നുണ്ട്. അത് എയിംസ് മാത്രമല്ല, എയിംസ് ഒരു പ്രതീകമാണ്. അതുപോലെ തന്നെ കേരളത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പല്ലിളിക്കലാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ബജറ്റ് നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരുന്നത്. നന്ദി, നമസ്കാരം.